ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവികമായിട്ട് കിട്ടിയ ഒരു കൺസെപ്റ്റാണ് ഈ കലാം സ്റ്റാൻഡേർഡ് 5B. ഈ സിനിമ എൻ്റെ സ്വപ്നം ഭാരതത്തിലെ നമ്മുടെ മക്കളെല്ലാവരും കാണണം എന്നുള്ളതാണ്. കത്തിക്കുത്തും രക്തച്ചൊരിച്ചിലും ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ കൂടുതൽ കുട്ടികൾക്കങ്ങ് ഇൻസ്പയർ ആവാനുള്ളൊരു വാഞ്ച വരികയാണ്. അപ്പോൾ ഈ പാകിസ്ഥാനിലേക്ക് നമ്മൾ അയച്ചു, ഈ സിനിമ അയച്ചു, അതുകൊണ്ട് നമുക്കിവിടെ അയക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ വളരെ സ്നേഹപൂർവ്വമാണ് അത് റിസീവ് ചെയ്തത്. ടോംജിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കും അതിഥിയായിട്ടല്ല, അവിടുത്തെ ഒരു അംഗത്തെ പോലെ ചിരപരിചിതനായിരുന്ന ആളാണ്. ഇന്നിപ്പോൾ ടോംജി നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്, ഡൽഹിയിൽ ചാഡിസിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇരിക്കുന്നത് വേറൊരു കാര്യത്തിലാണ്. അപ്പോൾ അദ്ദേഹം തന്നെ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കും. ഇപ്പോൾ പുതിയ സിനിമ വന്നു, കലാം സ്റ്റാൻഡേർഡ് 5B. അതെ. അപ്പോൾ ഇതിനെക്കുറിച്ച് കേൾക്കാൻ ഞങ്ങൾക്കെല്ലാം അതിയായ ആഗ്രഹമുണ്ട്. സാറേ നമസ്കാരം. ഈ ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണെന്ന് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഓരോ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞ് മുമ്പോട്ട് വന്നൊരു കാലഘട്ടമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പറഞ്ഞു വന്നത് നമുക്ക് എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇന്നത്തെ പല പരിസ്ഥിതി, നമുക്ക് പ്രത്യേകിച്ച് അറിയാലോ, ജാതി മത പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ഭയങ്കര ഡിസ്റ്റർബൻസാണ് എല്ലാവർക്കും. പക്ഷേ എല്ലാവരും അത് കാണുന്നു, കേൾക്കുന്നു, ചിലരൊക്കെ പ്രതികരിക്കുന്നു. അതൊരു വഴിക്ക് അതങ്ങനെ പൊക്കോട്ടെ. എൻ്റെ മനസ്സിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവികമായിട്ട് കിട്ടിയ ഒരു കൺസെപ്റ്റാണ് ഈ കലാം സ്റ്റാൻഡേർഡ് 5B. ഇത് തീർച്ചയായിട്ടും ജാതിമത പ്രശ്നങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും അതുപോലെ തന്നെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വരുന്ന ചില ഭയപ്പാടുകൾ, കുടുംബത്തിൽ വരുന്ന പ്രതിസന്ധികൾ, ഇതെല്ലാം കുഞ്ഞുങ്ങളുമായിട്ട് മാതാപിതാക്കൾക്കുണ്ടാകുന്നൊരു ഇൻട്രാക്ഷൻ, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ, എപ്പോഴും കൂടുതൽ സംശയം ചോദിക്കുന്ന ഒരു കുട്ടിയാണ് മുൻനിരയിലേക്ക് വരുന്നത്. അവന് ആഗ്രഹം, അവന് ഇതെല്ലാം അറിയണം, ഈ അറിവ് നേടണം എന്നുള്ളൊരു കുട്ടിയുടെ ഒരു ആകാംക്ഷാഭരിതമായ ജീവിതം, ഇതൊക്കെയാണ് നമ്മൾ കലാമിൽ കൂടി പറയുന്നത്. ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാംജി ഭാരതത്തിലെ യുവതി യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അപ്പം എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ചില സംഭവങ്ങൾ ഞാൻ എൻ്റെ സംവിധായകൻ ലിജു മിത്രൻ മാത്യുവുമായിട്ട് പങ്കുവെക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കൺസെപ്റ്റായിട്ട് വരികയുണ്ടായത്. ഇതിപ്പോൾ ഒരു 10-14 രാജ്യങ്ങൾ രാജ്യാന്തര അവാർഡും കേരള ക്രിട്ടിക്സ് അവാർഡും അതുപോലെ ഒരുപാട് സെലക്ഷൻസുകളും പല രാജ്യങ്ങളിലുമുള്ള സെലക്ഷൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ സിനിമ എൻ്റെ സ്വപ്നം ഭാരതത്തിലെ നമ്മുടെ മക്കളെല്ലാവരും കാണണം എന്നുള്ളതാണ്. കണ്ടിട്ട് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളും ആയിരുന്നുകൊണ്ട് ഈ സിനിമ കണ്ടിട്ട് ഓരോരുത്തർക്കും ഇതിൻ്റെ ഏത് ഭാഗമാണ് ഇൻസ്പയർ ആയതെന്നുള്ള ഒരു ചർച്ച വെച്ചിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമാണ്. ഇത്തരം സിനിമകൾ സത്യത്തിൽ സ്കൂളുകൾ തോറും എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായമാണ്, മാസത്തിൽ ഒരു സിനിമ ഇങ്ങനെ കൂട്ടായ്മയോട് കൂടിയിരുന്ന് കാണേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സിനിമയിൽ കൂടിയാണ്, നമുക്കറിയാലോ, ചില സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാരായതുപോലും സിനിമാ നടന്മാരും നടിമാരും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് ജനങ്ങളോടുള്ളൊരു പ്രതിബദ്ധതയും അവരോടുള്ളൊരു സ്നേഹവും ബഹുമാനമാണ് അതിൻ്റെയൊക്കെ കാരണം. അത് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ മനുഷ്യനെ ആകർഷിക്കാൻ കഴിയുന്നത് സിനിമയ്ക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും. ഒരു കലാരൂപം എന്നുള്ള നിലയിൽ മറ്റേ ഇപ്പം നമ്മുടെ ഡാൻസ് ഫോമുകൾ, ഇപ്പോൾ കഥകളിയോ അല്ലെങ്കിൽ മറ്റ് ഭരതനാട്യം, കുച്ചിപ്പുടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ചിന്തകളെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുള്ളത് സിനിമയ്ക്ക് തന്നെയാണ്. അതെ 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 അതെ. ഇപ്പം നമ്മുടെ രാജ്യം ഈ ലെവലിലേക്ക് പോയപ്പോൾ
ഒട്ടനവധി സിനിമകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ചെറുതല്ല. ഇപ്പം അങ്ങ് ഈ സിനിമാ രംഗത്ത് തന്നെ നിൽക്കുന്ന ആളായതുകൊണ്ടും ഞാനാകെ എനിക്ക് സിനിമ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് സിനിമകൾ ഞങ്ങളൊക്കെ കാണുമായിരുന്നു. പക്ഷേ പിന്നീട് ഈ സിനിമയുടെ നേരിട്ടുള്ള കാഴ്ച കുറയുകയും ഇതെല്ലാം മൊബൈലിലേക്കൊക്കെ പോയപ്പോൾ ഉണ്ടായ ഒരു കുഴപ്പങ്ങളുണ്ട്. എങ്കിലും സമയം കിട്ടുമ്പോൾ ഞങ്ങളൊക്കെ പോയി തിയേറ്ററിൽ കാണാറുണ്ട്. ഈ മൊബൈലിലൊക്കെ ഇത് വന്നതുകൊണ്ടും സിനിമകളൊക്കെ ബാത്റൂമിലും മുറികളുടെ കോളുകളിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും ഒറ്റപ്പെട്ടു പോവുകയാണ്. മാതാപിതാക്കൾ അമ്മ ഒരു സൈഡിലിരുന്ന് സിനിമ കാണുന്നു, മകൻ മറ്റൊരു സ്ഥലത്തിരുന്ന് മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയ കാണുന്നു. പിന്നെ കത്തിക്കുത്തും രക്തച്ചൊരിച്ചിലും ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ കൂടുതൽ കുട്ടികൾക്കങ്ങ് ഇൻസ്പയർ ആവാനുള്ളൊരു വാഞ്ച വരികയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നമുക്ക് ചില നല്ല കാര്യങ്ങൾ കൂടി കുട്ടികളിലേക്ക് ചില മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ചിലരാശ്വാസം തോന്നും. അതായത് ഒരു സിനിമ പൂർണ്ണമായിട്ട് കണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ഇൻ്റർവെൽ കൊടുക്കുന്നത്? ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് പോലെ ഇത്തരം സിനിമകൾ. അപ്പം ഞാനിത് പുറത്ത് വരുമ്പോൾ, ഈ സിനിമ പുറത്ത് വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കണ്ടന്റ്, ഇത് നമ്മൾ ജയിച്ചാൽ ഇത് കൊള്ളാം, ടോം ഈ കാര്യങ്ങൾ ചെയ്ത് ടോം ഇതുകൊണ്ടങ്ങ് രക്ഷപ്പെട്ടല്ലോ, എന്നാൽ പിന്നെ നമുക്കും രക്ഷപ്പെടാമല്ലോ എന്ന് തോന്നിയിട്ടെങ്കിലും ആൾക്കാർ നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കി നമ്മുടെ ഭാരതത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് സ്കൂളുകളിലും കുട്ടികളുടെ ഹൃദയത്തിലും ഒരുപാട് അവസരങ്ങൾ അവർക്കുണ്ടാകുകയാണ്. ആ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ല, ഇത് ധാരാളം അവാർഡുകൾ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അതെ, അത് ഒരു വലിയ നേട്ടം തന്നെയാണല്ലോ. ഇപ്പം ഏതാണ് പാകിസ്ഥാനിൽ നിന്നുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പാകിസ്ഥാനിൽ എല്ലാ രാജ്യത്തും ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പാകിസ്ഥാനിൽ ഒരു ഫെസ്റ്റിവൽസ് കണ്ടപ്പോൾ ലിജു മിത്രം മാത്യു എൻ്റെ അടുത്ത് പറഞ്ഞു, ടോമേട്ടാ നമുക്ക് പാകിസ്ഥാനിലൊരു ഫെസ്റ്റിവലിനുണ്ട്, അത് അയക്കണം, പിന്നെ ബംഗ്ലാദേശിലുണ്ട്, അയക്കണം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യണവേ, ഇന്ത്യയിലെ എല്ലാം മാത്രമല്ല നമ്മൾ സഹോദരി സഹോദരങ്ങൾ, ഭാരതം മുഴുവനും നമ്മുടെ സഹോദരി സഹോദരങ്ങൾ എന്നല്ല, ലോകം മുഴുവനും നമ്മുടെ വസുദൈവ കുടുംബകം. അപ്പം അത് ബേസ് ചെയ്തിട്ട് ശ്രീനാരായണ ഗുരുജിയുടെ ആദർശങ്ങളും ഇതെല്ലാം കൂടെ ചേർത്ത് ഇണക്കി ഒരു സിനിമയിലേക്ക് അത് വരികയാണ് ഉണ്ടായത്. ആ ഒരു ചർച്ചയിലൂടെ ഉണ്ടായതാണ്. അപ്പോൾ ഈ പാകിസ്ഥാനിലേക്ക് നമ്മൾ അയച്ചു, ഈ സിനിമ അയച്ചു, അതുകൊണ്ട് നമുക്കിവിടെ അയക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ വളരെ സ്നേഹപൂർവ്വമാണ് അത് റിസീവ് ചെയ്തത്. എനിക്കിതൊരു ശത്രുപക്ഷത്തൊന്നും ആരും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഈവൻ പാകിസ്ഥാനിൽ കൂടെ എൻ്റെ പകിടപകിട പമ്പരം കാണുന്നെങ്കിൽ അവിടെ ഇരുന്ന് കാണുന്നെങ്കിലും അവർ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വരുമ്പോൾ അവരും ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ദുബായിലൊക്കെ പോയ സമയത്ത് അവിടെ ഒരുപാട് പാകിസ്ഥാനികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മളോട് ഒരു കണക്കോ വർക്കില്ലല്ലോ. പക്ഷേ ഇതെല്ലാം ഒരു ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന, പിന്നെ സൈന്യങ്ങൾ തമ്മിലൊക്കെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളാണല്ലോ ഈ വിഷയങ്ങളൊക്കെ. അത്രേ ഉള്ളൂ. ചില ശത്രുതകളൊക്കെ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് ഇതൊന്നൊരു വിഷയമല്ലല്ലോ. പലപ്പോഴും അണികളാണല്ലോ അടി കൊള്ളുവാനും തല്ലു വയ്ക്കാനും. നേതാക്കന്മാരുടെ അത് കഴിഞ്ഞതിന് ശേഷം അവർ കൂട്ടുകൂടുകയും അവർ സാധാരണ ജീവിതം നയിക്കുന്നു എന്നുള്ളത് അണികൾക്ക് പാവങ്ങൾക്ക് അറിയുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്നൊരു ഏറ്റവും നല്ല ചിത്രത്തിനുള്ള കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡ് തന്നു. ബംഗ്ലാദേശ് 2 ടീമുകൾ ഞങ്ങളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു 8 സ്റ്റേറ്റോളം യാത്ര ചെയ്തു. റോഡ് വേസിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് വെങ്കടേഷ് രാജ് വണ്ടി ഓടിക്കും. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. എല്ലാ സ്റ്റേറ്റുകളും അതോ വെള്ളപ്പൊക്കം, റോഡ് ഒഴിച്ചു പോകുന്നു, ആ സൈഡിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പിന്നെ ഒരിടത്തൊരു പിതാവ്, പിന്നെ ആസാമിലെ ഒരു ആർച്ച് ബിഷപ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഭയങ്കരമായിട്ടുള്ള ഇപ്പം തന്നെ ഇവിടെ എത്രയോ മരണം നടന്നു, റോഡിൽ അത് നടന്നു, അവിടെ റോഡ് ഒലിച്ചു പോയി, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അപ്പം ഞാൻ പറഞ്ഞു, നിന്റെ പാർശ്വങ്ങൾ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല എന്ന് ബൈബിളിലെ വചനം ഞാനങ്ങ് പറഞ്ഞു കൊടുത്തു. ഓ ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ യാത്ര. എന്തായാലും യാത്രകളിൽ ഒരുപാട് സ്കൂളുകളിൽ കാണിച്ചു, ഒരുപാടിടത്ത് ഫ്രീ ആയിട്ട് കാണിച്ച സാധു സ്കൂളുകളിലൊക്കെ പോയിട്ട് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ ചില പ്രിൻസിപ്പൾമാരൊക്കെ കണ്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് വേണം എന്നൊക്കെ പറയുകയും അപ്പം ഒരുപാട് ഇങ്ങനെ ക്ഷണമുണ്ടായി. അപ്പം അങ്ങനെ ആ യാത്രയുടെ മധ്യയാണ് അങ്ങേ കാണാനും ഇവിടെ വരുവാനും ഇടയായത്.
അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അല്ല, നമുക്ക് ഈ NCERTയുടെ സ്കൂളുകൾ ഉണ്ട്, പിന്നെ നമുക്ക് ചിന്മയ മിഷൻ്റെ സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ വിജ്ഞാൻ ഭാരതിയുടെ സ്കൂളുകളുണ്ട്. ഇത്തരം ഇവരുടെ ഡയറക്ടർ ബോർഡുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്താൽ ഒരുപക്ഷെ ഒരു 30-35,000 സ്കൂളുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം സംഘത്തിൻ്റെ സ്കൂളുകളുണ്ട്, സംഘം നേരിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒട്ടനവധി കോളേജുകളും സ്കൂളുകളുണ്ട്. അവിടെ എല്ലാം നമുക്കിത് പ്രദർശിപ്പിക്കാനുള്ള അനുമതി വാങ്ങേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും സാർ, അതിന് നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിന് ഒന്ന് മെനക്കെടുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അത് ഈ സിനിമ കാണുന്ന ഓരോരുത്തരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്, അതിനുള്ള ചെയ്തു തരണം. എന്നാൽ മാത്രമേ ഇതെല്ലാം കണ്ടിട്ട് പുതിയ പുതിയ മക്കൾക്കായിട്ടുള്ള കണ്ടന്റുകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് പുറത്തു വിടാൻ കഴിയാത്ത ഒരുപാട് യുവാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മുടെ മക്കൾ കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കട്ടെ, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അല്ല, ഇത് ഈ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടായ ഒരു ഫീൽ അതാണ്. കാരണം ഈ ഒരു കൊച്ചുകുട്ടി അവൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പുകൾ എടുത്തത്, അവൻ്റെ ബുദ്ധി അതിനകത്ത് ഉപയോഗിച്ചത്, അതൊക്കെ സാധാരണ ആളുകളെ കോരിത്തിരിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും അവൻ്റെ കുടുംബത്തിൽ തന്നെ അവൻ്റെ അപ്പനൊരു പ്രതിസന്ധിയിൽ വരുമ്പോൾ ആ കൊച്ചു കുടുംബം ഇരുന്നിട്ട് ഭയങ്കര ഉത്സവം നടക്കുന്ന വലിയ ഉത്സവാരവം, നവരാത്രിയുടെ ആ ഉത്സവ ലഹരിയിൽ നമ്മുടെ മധ്യപ്രദേശിൽ ഒരു കൊച്ചു കുടുംബത്തിലെ തേങ്ങലാണിത്. ഈ തേങ്ങൽ കാണുമ്പം തീവ്രവാദികളായിട്ടുള്ളവരും ഇത് കണ്ടിട്ട് അവരുടെ ഹൃദയം ഒന്നും തുറക്കുന്നെങ്കിൽ തുറന്നോട്ടെ, ഇത്രയേ ഉള്ളൂ സാറേ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു യാത്രയിലാണ്. തീർച്ചയായിട്ടും സാറിനെ പോലുള്ളവരുടെ ഈ സഹകരണമാണ് എനിക്ക് ജീവൻ നൽകുന്നത്. എനിക്കത് വളരെ സന്തോഷമുണ്ട് ഇവിടെ വരുവാനും സാറിനോടൊപ്പം അല്പനേരം ഈ കാര്യം സംസാരിക്കുവാനും സാറിൻ്റെ ഈ ഓഫീസ് ടൈമിൽ കൂടെ തന്നെ ഇത്തരം ഒരു സമയം കണ്ടെത്താനും ഒക്കെയുള്ള സാറിൻ്റെ ആ ഒരു സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് ദൈവത്തിനും അങ്ങേക്കും. അത് അങ്ങനെ വിചാരിക്കേണ്ട. ഞങ്ങൾ HRDs എപ്പോഴും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും കലകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദിവാസി മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ഈ ആദിവാസികളുടെ കലകളെ നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഒഡീഷയിലെ ആദിവാസി നൃത്തം, അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ ചില ചടുല ചലനങ്ങളുമൊക്കെ നമ്മുടെ ഭരതനാട്യത്തോട് കുച്ചിപ്പുടിയോട് പോലും അതിലും മികച്ചു നിൽക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഘട്ടം ഘട്ടമായിട്ട് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സംസ്കാരം ലോകം മുഴുവൻ പ്രസരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. മോദിജി ലോകത്തിൻ്റെ മുഴുവൻ നേതാവായി മാറിയതുകൊണ്ട് തന്നെ ഭാരതത്തിന് കിട്ടിയേക്കുന്ന ഈ ഒരു സ്വീകാര്യത അത് എല്ലാ മേഖലകളിലേക്കും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങയുടെ ഈ ചിത്രം കൊടുക്കുന്നൊരു സന്ദേശം വളരെ വലുത് തന്നെയാണ്. എന്തായാലും ഞങ്ങൾ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ഈ കാര്യത്തിൽ. തീർച്ചയായിട്ടും സാർ, ഞാൻ തുറന്നു പറയാം, മോദിജിയുടെ കാര്യം പറഞ്ഞല്ലോ. മോദിജി അങ്ങനെയുള്ള ഒരു ദൈവീക പുരുഷനായതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങയുടെ മുമ്പിൽ പോലും ഇരിക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ആരൊക്കെ എന്നെ എങ്ങനെ സ്വീകരിച്ചു, ആരൊക്കെ തഴഞ്ഞു, ആരൊക്കെ മൈൻഡ് ചെയ്തില്ല, ആരൊക്കെ മറ്റു മുഖങ്ങൾ കാണിച്ചു എന്നൊക്കെ എൻ്റെ ലൈഫിലുണ്ടല്ലോ. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുകയാണ്, സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. ഇതൊരു നേരിട്ടുള്ളൊരു സാക്ഷ്യപത്രമാണ് സാർ എൻ്റെ. അല്ല, ബൈബിളിൽ പറഞ്ഞില്ലേ, അതെ, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല്. അങ്ങ് മൂലക്കല്ലായല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും സമയം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. ഏതായാലും അങ്ങയുടെ സിനിമ കാണാൻ സാധിച്ചത് ഒരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾ നന്ദിയോടെ മാത്രമേ ടോംജിയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊരു ഉദ്യമത്തിനിറങ്ങിയത്. സാധാരണ നിലയിൽ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ കൊണ്ടുവന്ന് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടം ആളുകൾ ഓടുമ്പോൾ അതിന് ഒക്കെ എതിരെ തുഴഞ്ഞു പോയ ഒരാളാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ സത്യജിത്രയൊക്കെ അങ്ങനെയാണ് വന്നത്. ഒഴുക്കിനെതിരെ മാത്രം യാത്ര ചെയ്ത ആളുകളായിരുന്നു. ഇപ്പോൾ അടൂര്, നമ്മുടെ അരവിന്ദൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആ ഒരു നിലയിൽ നമ്മുടെ സിനിമ മേഖലയെ തരംതിരിച്ച് വിട്ടവർ തന്നെയാണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ശ്രേണിയിലേക്ക് ഇങ്ങനെ പുതിയ പുതിയ ആളുകൾ വരേണ്ടതായിട്ടുണ്ട്. ഈ ഇടിപിടി ഒരു സംവിധാനങ്ങളും പ്രശ്നങ്ങളും വെട്ടും കുത്തും ആയിട്ടുള്ള ഒരു ലോകം മാത്രമല്ലല്ലോ നമ്മുടേത്. ഇങ്ങനെയും കൂടെ ഇതുകൂടെ ചേർന്നതാണല്ലോ നമ്മുടെ ലോകം. അത് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി
അങ്ങ് തയ്യാറാക്കിയ ആ ഒരു അതിനുള്ളൊരു മനസ്സിനെ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയാണ്. നന്ദി. അപ്പം ഭാരതം നമ്മുടെ രാജ്യമാണ്, ഭാരതീയരിൽ എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ്. ആ മുദ്രാവാക്യം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു ഓൾ.